എക്സാലോജിക്, കൊച്ചിൻ മിനറൽസ് ആൻഡ് റൂട്ടെയിൽസ് ലിമിറ്റഡ് മാസപ്പടി വിവാദം. എന്തായിരുന്നു രാഷ്ട്രീയ കേരളത്തെ ചൂടുപിടിപ്പിച്ച മാസപ്പടി വിവാദം? കേസിൽ ഇഡിയുടെ അന്വേഷണം തടയണമെന്ന CMRLന്റെ ഹർജി കഴിഞ്ഞ ദിവസം കോടതി തള്ളിയതോടെയാണ് ഇഡിയുടെ നീക്കങ്ങൾക്ക് കളമൊരുങ്ങിയത്. കേരള പോലീസ് പോലും അറിയാതെ പിണറായിയുടെ തിരുവനന്തപുരത്തും ധർമ്മടത്തെയും മരുമകൻ PA മുഹമ്മദ് റിയാസിന്റെ കോഴിക്കോട്ടെ വീടും ഉൾപ്പെടെ പലയിടങ്ങളിലും ഇഡി റെയ്ഡ് നടത്തി. മുഖ്യമന്ത്രി സ്ഥാനം ഒഴിഞ്ഞ് ദിവസങ്ങൾക്കകം ഇഡിയുടെ നീക്കം. പിന്നെ കണ്ടത് സംഘർഷം. ഉദ്യോഗസ്ഥർ വന്ന കാറുകൾ പ്രവർത്തകർ ആക്രമിച്ചു. പിണറായി വിജയന്റെ മകൾ വീണ ഉടമസ്ഥയായ IT സ്ഥാപനമാണ് എക്സാലോജിക് സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ്. കൊച്ചി ആസ്ഥാനമായുള്ള കരിമണൽ ഖനന കമ്പനിയാണ് കൊച്ചിൻ മിനറൽസ് ആൻഡ് റൂട്ടെയിൽ ലിമിറ്റഡ്. IT സേവനങ്ങളുടെ പേരിൽ 2017 മുതൽ 2021 വരെയുള്ള കാലഘട്ടത്തിൽ CMRL 1.72 കോടി രൂപ കൈമാറിയെന്നാണ് ആരോപണം. അതും യാതൊരു IT സേവനവും എക്സാലോജിക് നൽകാതെയാണത്രേ ഇത്രയും തുക കൈമാറിയത്. SFIO സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് കണ്ടെത്തിയത് ഈ തുക ഏകദേശം 2.70 കോടിയോളം വരുമെന്നാണ്. മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയുടെ മറവിൽ നിയമവിരുദ്ധമായി CMRLൽ നിന്ന് പണം വാങ്ങുകയായിരുന്നു എന്നാണ് ആരോപണമുയർന്നത്. 2019 ജനുവരി 25 ആദായ നികുതി വകുപ്പ് CMRL ഓഫീസുകളിലും ഉന്നത ഉദ്യോഗസ്ഥരുടെ വസതികളിലും നടത്തിയ റെയ്ഡിന് പിന്നാലെയാണ് സംഭവം ചൂടുപിടിച്ചത്. 133.82 കോടി മുതൽ 182 കോടി രൂപ വരെ CMRL നികുതി വെട്ടിപ്പ് നടത്തിയതായി റെയ്ഡിൽ കണ്ടെത്തി. ചെലവുകളിൽ കൃത്രിമം കാണിച്ചുണ്ടാക്കിയ ഈ കള്ളപ്പണം രാഷ്ട്രീയ നേതാക്കൾക്കും ഉദ്യോഗസ്ഥർക്കും നൽകിയതിന്റെ രേഖകളും ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചു. ഈ രേഖകളിലാണ് മുഖ്യമന്ത്രിയുടെ മകൾക്ക് നൽകിയ പണത്തിന്റെ വിവരങ്ങളും ഉണ്ടായിരുന്നത്. യാതൊരു IT സേവനങ്ങളും നൽകാതെയാണ് എക്സാലോജിക്കിന് പണം നൽകിയതെന്ന ആരോപണം ശരിയാണെന്ന് CMRL ഉദ്യോഗസ്ഥർ തന്നെ സമ്മതിച്ചിട്ടുണ്ട്. പിന്നെ എന്തിന് പണം നൽകി? മുഖ്യമന്ത്രി ചെയ്ത സഹായത്തിന് പ്രതിഫലം എന്നാണ് ആരോപണം ഉന്നയിക്കുന്നവരുടെ ഉത്തരം. CMRLന് ആലപ്പുഴയിലും തൃക്കുന്നപ്പുഴയിലും ആറാട്ടുപുഴയിലും ഖനനാനുമതി ലഭിക്കാൻ തടസ്സങ്ങളുണ്ടായിരുന്നു. അപ്പോൾ മുഖ്യമന്ത്രി നേരിട്ടിടപെട്ട് കമ്പനിയുടെ അപേക്ഷ പുനഃപരിശോധിക്കാൻ നിർദ്ദേശം നൽകി. ഇതിനു പിന്നാലെ വീണ വിജയന് പ്രതിമാസം 5 ലക്ഷം രൂപ നിരക്കിൽ കൺസൾട്ടന്റ് നിയമന കത്ത് ലഭിച്ചു. പിന്നീട് 2017 മാർച്ചിൽ എക്സാലോജിക്കുമായി പ്രതിമാസം 3 ലക്ഷം രൂപയുടെ കരാറുമുണ്ടാക്കി. അതായത് റവന്യൂ വകുപ്പിലെ അനുകൂലമായ സർക്കാർ തീരുമാനങ്ങൾക്ക് പകരമായി നൽകിയ നിയമവിരുദ്ധ പ്രതിഫലമാണ് ഈ പ്രതിമാസ പണമിടപാടുകൾ എന്നാണ് ആരോപണം ഉന്നയിക്കുന്നവരുടെ വാദം. ആദായ നികുതി ഇടക്കാല സെറ്റിൽമെന്റ് ബോർഡ് 2023 ജൂണിൽ CMRLന് നൽകിയ പണം നിയമവിരുദ്ധമെന്ന് വിധിച്ചതോടെ കേസിൽ അന്വേഷണം ചൂടുപിടിച്ചു. രജിസ്റ്റർ ഓഫ് കമ്പനീസും കമ്പനിയുടെ പണമിടപാടുകളിൽ ഗുരുതരമായ വീഴ്ചകൾ കണ്ടെത്തി. സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനമായ KSIDCക്ക് 13.4% ഓഹരി പങ്കാളിത്തം CMRL കമ്പനിയിലുണ്ട്. എന്നിട്ടും ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെ അനുമതിയില്ലാതെ മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയുമായി ഇടപാട് നടത്തിയത് കമ്പനീസ് നിയമത്തിന്റെ നഗ്നമായ ലംഘനമാണെന്നായിരുന്നു ഒരു കണ്ടെത്തൽ. പണമിടപാടുകൾക്ക് ആധാരമായ ഒന്നും എക്സാലോജിക്കിനും CMRLനും ഹാജരാക്കാനും കഴിഞ്ഞില്ല. ഇതിനിടെയാണ് BJP നേതാവ് ഷോൺ ജോർജ് വിഷയത്തിൽ കേന്ദ്ര കോർപ്പറേറ്റ് മന്ത്രാലയത്തിനെ സമീപിക്കുന്നത്. അങ്ങനെ 2024 ജനുവരി 31 കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന്റെ ഉത്തരവനുസരിച്ച് SFIO അന്വേഷണം തുടങ്ങി. ഇതിനിടെ അന്വേഷണം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് എക്സാലോജിക് ഹർജി നൽകിയെങ്കിലും 2024 ഫെബ്രുവരി 16 കർണാടക ഹൈക്കോടതി ഇത് തള്ളി. ഇതിനിടെ 2024 ഏപ്രിലാണ് കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരം ED കേസ് രജിസ്റ്റർ ചെയ്തത്. ആദായ നികുതി ഇടക്കാല സെറ്റിൽമെന്റ് ബോർഡിന്റെയും SFIOയുടെയും കണ്ടെത്തലുകളുടെ പശ്ചാത്തലത്തിലായിരുന്നു നടപടി. പിന്നാലെ CMRL ഉദ്യോഗസ്ഥർക്ക് സമൻസും അയച്ചു. 2025 ഏപ്രിൽ 3 അന്വേഷണത്തിനൊടുവിൽ SFIO 160 പേജുള്ള കുറ്റപത്രം സമർപ്പിക്കുന്നത്. ഇതിൽ 11ാം പ്രതിയായിരുന്നു വീണ വിജയൻ. തട്ടിപ്പുകൾ തടയുന്നതിനുള്ള സെക്ഷൻ 447 പ്രകാരം വീണയ്ക്കെതിരെ കേസുമെടുത്തു. CMRL നിന്നും ലഭിച്ച പണം വീണ തന്റെ വ്യക്തിഗത ബാധ്യതകൾ തീർക്കാനായി വകമാറ്റി. പ്രത്യേകിച്ചും CMRL മാനേജിംഗ് ഡയറക്ടർ ശശിധരൻ കർത്തയുടെയും ഭാര്യയുടെയും ഉടമസ്ഥതയിലുള്ള എംപവർ ഇന്ത്യ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ്സ് എന്ന സ്ഥാപനത്തോടുള്ള കടബാധ്യതകൾ. പൊതുജന പങ്കാളിത്തമുള്ള ഒരു കമ്പനിയുടെ ഫണ്ട് ഇങ്ങനെ ചിലവഴിച്ചതോടെ CMRLന് സാമ്പത്തിക നഷ്ടമുണ്ടായി. ഇതൊക്കെയായിരുന്നു കുറ്റപത്രത്തിലെ കണ്ടെത്തലുകൾ. ചെന്നൈയിലെ ഓഫീസിൽ വെച്ച് ചോദ്യം ചെയ്തപ്പോൾ എക്സാലോജിക് യാതൊരു സേവനങ്ങളും നൽകിയിട്ടില്ലെന്ന് വീണ സമ്മതിച്ചെന്നാണ് SFIO അവകാശപ്പെടുന്നത്. പക്ഷേ വീണ അത് തള്ളിക്കളഞ്ഞു. എന്തായാലും കുറ്റപത്രത്തിലെ കണ്ടെത്തലുകളുടെ കൂടി അടിസ്ഥാനത്തിൽ ED അന്വേഷണം ശക്തമാക്കി. 2025 ജൂണിൽ മുതിർന്ന പത്രപ്രവർത്തകനായ MR അജയൻ കേസിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് ഒരു പൊതു താൽപര്യ ഹർജി നൽകിയിരുന്നു. ഇതിനെതിരെ പിണറായി വിജയനും മകളും ഹൈക്കോടതിയിൽ എതിർ സത്യവാങ്മൂലങ്ങൾ സമർപ്പിച്ചു.
ഹർജി കേവലം രാഷ്ട്രീയ പ്രേരിതമാണ്, യാതൊരുവിധ യഥാർത്ഥ വസ്തുതകളും ഇല്ലാതെ നടത്തുന്ന അന്വേഷണ ശ്രമമാണ് എന്നൊക്കെയായിരുന്നു പിണറായിയുടെ വാദം. പിതാവ് മുഖ്യമന്ത്രിയാകുന്നതിന് 2 വർഷം മുമ്പ് സ്ഥാപിച്ചതാണ് എക്സാലോജിക് എന്നും ഇതിന് പിതാവിന്റെ പദവിയുമായി യാതൊരു ബന്ധവുമില്ലെന്ന് വീണയും വാദിച്ചു. ഈ നിയമ പോരാട്ടങ്ങൾക്കിടെ BJP നേതാവ് ഷോൺ ജോർജ് 2025 ജൂലൈയിൽ വീണ്ടും ഹൈക്കോടതിയെ സമീപിച്ചു. തട്ടിപ്പുകളിൽ കള്ളപ്പണം വെളുപ്പിക്കൽ, അഴിമതി നിരോധന നിയമം, ജനപ്രാതിനിധ്യ നിയമം എന്നിവ അടങ്ങിയിട്ടുള്ളതിനാൽ CBIയും EDയും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനും സംയുക്തമായി അന്വേഷിക്കണമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആവശ്യം. ഇതിൽ വീണ വിജയനടക്കം 12ഓളം എതിർ കക്ഷികൾക്ക് കോടതി നോട്ടീസും അയച്ചു. മാസപ്പടി കേസിൽ ED നടത്തുന്ന അന്വേഷണത്തിന് വലിയ നിയമസാധ്യത നൽകിയ ഒന്നായിരുന്നു മെയ് 26 കേരള ഹൈക്കോടതി വിധി. EDയുടെ അന്വേഷണവും തങ്ങൾക്ക് ലഭിച്ച സമൻസുകളും റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് CMRL മാനേജിംഗ് ഡയറക്ടർ ശശിധരൻ കർത്തിയും ചീഫ് ഫിനാൻഷ്യൽ ഓഫീസറും സമർപ്പിച്ച ഹർജികൾ ജസ്റ്റിസ് TR രവി ഉൾപ്പെട്ട സിംഗിൾ ബെഞ്ച് പൂർണ്ണമായും തള്ളിക്കളഞ്ഞു. SFIO കുറ്റപത്രത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള സെക്ഷൻ 447 തട്ടിപ്പ് ഒരു ഷെഡ്യൂൾഡ് കുറ്റകൃത്യമായതിനാൽ EDക്ക് അന്വേഷണവുമായി മുന്നോട്ടു പോകാൻ തടസ്സമില്ലെന്ന് കോടതി നിരീക്ഷിച്ചു. ഹൈക്കോടതി വിധി വന്നതോടെ നിയമപരമായ തടസ്സങ്ങൾ നീങ്ങി. ED റെയ്ഡ് അടക്കമുള്ള കടുത്ത നടപടികളിലേക്ക് കടക്കുകയും ചെയ്തു. വീണ വിജയനെയും മറ്റും നേരിട്ട് ചോദ്യം ചെയ്യുന്നതിനായി പുതിയ സമൻസുകൾ അയക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അന്വേഷണ ഏജൻസി.